പാപത്തിന്റെ ശമ്പളം മരണമാണ്. നമ്മുടെ ഹൃദയം പാപത്തിലായിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സമാധാനമില്ലാത്തത്. ഈ പാപം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്ത പ്രവൃത്തിയാലല്ല, നമ്മൾ പാപിയായിട്ട് ജനിച്ചത് വഴി. കാരണം എന്താണ്? വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ഇന്നേക്ക് ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പ് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷം, സകല ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചതിന് ശേഷം ഒരേ ഒരു പുരുഷനെ മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. അവൻ ഇന്ത്യക്കാരനോ ബംഗ്ലാദേശുകാരനോ അവനോ ഇസ്രായേൽസിനോ ആയിരുന്നില്ല. അവൻ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ഏതിൽ അവനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച് നിർത്തി. നമ്മളെപ്പോലെ അല്ലെങ്കിൽ ഒരേ ഒരു പുരുഷനെ രണ്ടുപേരെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഒരു ജാതിയെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഒരു മതവും ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വന്നതുമല്ല. ക്രിസ്തീയ മതം ഉൾപ്പെടെ ഒരു മതവും ദൈവത്തിന്റെ ഹൃദയത്തിൽ തോന്നിയതല്ല, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നുണ്ടായതുമല്ല. അതിന്റെ എല്ലാ ഉത്ഭവം സാത്താന്റെ ഹൃദയത്തിൽ നിന്നാണ്. സത്യദൈവത്തിൽ നമ്മളെ മറച്ചു കളഞ്ഞ് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്ത് പാപങ്ങളെ സഹായിച്ച് ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് അനേകം നല്ല കാര്യങ്ങളെ പ്രസംഗിച്ച് എല്ലാവരും പാപിയായിട്ട് ജനിച്ച് പാപിയായിട്ട് മരിക്കുക മാത്രമേ മതത്തിന്റെ ലക്ഷ്യമുള്ളൂ. ഒരിക്കലും പാപമോചനം നൽകി തരുവാൻ ക്രിസ്തീയ മതം ഉൾപ്പെടെ ഒരു മതത്തിനും കഴിയുന്നുമില്ല.